ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്ലി ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.39% ഫോൾ കണ്ടു. ഇന്ന് നിഫ്റ്റി 50-25 320 ക്ലോസ് ചെയ്തപ്പോൾ 98 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് 59,610 ക്ലോസ് ചെയ്തപ്പോൾ 347 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 109 പോയിൻറ്റ്സ് കുറഞ്ഞ് 58,432 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നാൽ ഇന്ന് 54 പോയിൻ്റ് ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 16,879 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.63 സെൻസെക്സ് 82,269 ക്ലോസ് ചെയ്തപ്പോൾ 296 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ പതിവിലും വിപരീതമായി ഇന്ന് DII നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു, എന്നാൽ FII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIIയുടെ ഭാഗത്തു നിന്ന് 601 കോടി രൂപയുടെ നെറ്റ് സെല്ലായിരുന്നു നടന്നത്, എന്നാൽ FII ഇന്ന് 2,251 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ ഹോളിഡേ ആയിരുന്നു. ട്യൂസ്ഡേ 25 175 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25 342 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25 418 ക്ലോസ് ചെയ്ത് ഇന്ന് ഫ്രൈഡേ 25 320 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ നിഫ്റ്റി 272 പോയിൻ്റ് ഉയർച്ചയുണ്ടായി. 1.09% റാലി നടത്തി. നിഫ്റ്റി ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26 129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25 320 നിൽക്കുമ്പോൾ 3.10% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരിയിൽ 23,508 നിഫ്റ്റി ഇന്ന് 25 320 നിൽക്കുമ്പോൾ 7.71% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. DII-FI ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ DII ഇന്നൊഴികെ ബാക്കി എല്ലാ ദിവസവും ബൈയിങ്ങിലായിരുന്നു. FII വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഇന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIIയുടെ ഭാഗത്തു നിന്ന് ആകെ 14,398 കോടി രൂപ നെറ്റ് ബൈ ആയിരുന്നു നടന്നത് ഈ ആഴ്ച. എന്നാൽ FIIയുടെ ഭാഗത്തു നിന്ന് 730 കോടി രൂപ നെറ്റ് സെല്ലായിരുന്നു ഈ ആഴ്ച നടന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, സെൻസെക്സ് എന്നിവയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വീക്ക്ലി സമ്മറിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റി ബാങ്ക് 1,137 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 1.95% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1,286 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തിയപ്പോൾ 2.25% റാലി കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 526 പോയിൻറ്റ്സ് ഉയർന്ന് 3.22% റാലി നടത്തി. സെൻസെക്സ് 732 പോയിൻറ്റ്സ് ഉയർന്ന് 0.90% റാലിയാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. ഇന്നത്തെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കടന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 194 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 26,750 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35 138 ക്ലോസ് ചെയ്തപ്പോൾ 197 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 178 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,330 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 51,215 ക്ലോസ് ചെയ്തപ്പോൾ 691 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 103 പോയിൻറ്റ്സ് ഉയർന്ന് 13,893 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 7 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 9153 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT ഇന്ന് 395 പോയിൻറ്റ്സ് കുറഞ്ഞ് 38,036 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1385 ക്ലോസ് ചെയ്തപ്പോൾ 25 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 650 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,827 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 791 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 151 പോയിൻറ്റ്സ് ചേർന്ന് 21,715 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 5 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 9019 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 6 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 783 ഇന്ന് ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 4 ദിവസം സമ്മറിയാണ് കാണാൻ സാധിക്കുന്നത്. ട്യൂസ്ഡേ മുതൽ ഫ്രൈഡേ വരെ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിലാണ് വീക്ക്ലി സമ്മറിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 54 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 0.20% ഫോളോ കണ്ടു. നിഫ്റ്റി എനർജി 2,039 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 6.16% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 509 പോയിൻറ്റ്സ് ഉയർന്ന് 1.90% റാലി നടത്തി. നിഫ്റ്റി FMCG 446 പോയിൻറ്റ്സിൻ്റെ ഫോളാണ് കണ്ടത്. 0.86% ഫോളോ കണ്ടു.
നിഫ്റ്റി ഹെൽത്ത് കെയർ 63 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.45% ഫോൾ നടത്തി. നിഫ്റ്റി ഇൻഫ്ര 227 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 2.54% റാലി നടത്തി. നിഫ്റ്റി IT 202 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.53% ഫോളോ കണ്ടു. നിഫ്റ്റി മീഡിയ 33 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 2.49% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 349 പോയിൻറ്റ്സ് ഉയർന്ന് 3.05% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 4.29% റാലിയാണ് നടത്തിയത് 485 പോയിൻറ്റ്സ് ഉയർന്നു. നിഫ്റ്റി ഫാർമ 7 പോയിൻ്റ് കുറവുണ്ടായി 0.03% ഫോളോ കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 238 പോയിൻറ്റ്സ് ഉയർന്ന് 2.71% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 26 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 3.52% റാലിയാണ് കാണാൻ സാധിച്ചത്. ഇത് ഈ ആഴ്ചത്തെ സമ്മറിയാണ്, വീക്ക്ലി സമ്മറിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1661 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1238 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലെ ഇന്ത്യ 3.46% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 2.41% റാലി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 2.35%, M&M 1.40%, ITC 1.11%, SBI 1.03%, ഭാരത് ഇലക്ട്രിക് 1.01%, ടാറ്റൻ കമ്പനി 0.96%, ഐഷ മോട്ടോഴ്സ് 0.94% ആൻഡ് ബജാജ് ഓട്ടോ 0.90% റാലി കണ്ടു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിൻഡാൽകോ 6% നല്ലൊരു ഫോളോ കണ്ടു. ടാറ്റ സ്റ്റീൽ 4.54% ഫോളോ നടത്തി. കോൾ ഇന്ത്യ 3.29%, ONGC 2.33%, ICICI ബാങ്ക് 2.07%, JSW Steel 1.87%, പവർ ഗ്രിഡ് 1.54%, HCL Tech 1.51%, ടെക് മഹീന്ദ്ര 1.43% ആൻഡ് വിപ്രോ 1.21% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ ഇല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സൺഡേ ഇന്ത്യയുടെ കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന ദിവസമാണ്. അത് കാരണം ഈ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ്. ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ ഉള്ള സാഹചര്യമാണ് സൺഡേയിൽ വരുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി സൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ.